ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ്. എല്ലാ ഭാഷകളിലും പാസീവ് വാചകങ്ങളുണ്ട്. മലയാളത്തിൽ ഉദാഹരണമായി അവനെ കണ്ടു, അവരെ കണ്ടു, എന്നെ കണ്ടു, അവളെ സഹായിച്ചു, അവരെ കൊണ്ടുവന്നു, ഇങ്ങനെ പറയുന്ന വാചകങ്ങൾ പാസീവ് വാചകങ്ങളാണ്. മലയാളത്തിന്റെ ഒരു പ്രത്യേകത, ചില വെർബ്സ് ക്രിയകള് രണ്ട് രീതിയിൽ ഒരേ അർത്ഥത്തിൽ പാസീവായിട്ട് പറയാൻ പറ്റും. ഉദാഹരണമായി അവർ രക്ഷിക്കപ്പെട്ടു, അത് തന്നെയാണ് അവരെ രക്ഷിച്ചു. രണ്ടും ഒരേ അർത്ഥമാണ്. അവരെ രക്ഷിച്ചു, അവർ രക്ഷിക്കപ്പെട്ടു. എന്നാൽ ഈ രീതിയിൽ അവർ രക്ഷിക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു, വധിക്കപ്പെട്ടു, ഇങ്ങനെ പറയുന്ന വാക്കുകൾ കുറവാണ് മലയാളത്തില്. കൂടുതലും നമ്മൾ പറയുന്നത് അവരെ സഹായിച്ചു, അവരെ കണ്ടു, അവരെ കൊണ്ടുവന്നു, ആ രീതിയിലാണ്. ഇതെല്ലാം പാസീവാണ്. വേറൊരു കാര്യം, എല്ലാ വാക്കുകൾക്കും പാസീവ് ഇല്ല. ഉദാഹരണമായി അവൻ വന്നു, അവനെ വന്നു എന്ന് പറയില്ല. എന്നാൽ അവൻ കണ്ടു, അവനെ കണ്ടു എന്ന് നമുക്ക് പറയാം. പക്ഷെ അവൻ വന്നു, അവനെ വന്നു എന്ന് പറയില്ല. അതായത് എല്ലാ വെർബ്സിനും ക്രിയകൾക്കും പാസീവ് ഇല്ല. ഇംഗ്ലീഷിലും അതുപോലെ എല്ലാ വെർബ്സിനും പാസീവ് ഇല്ല. ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് വിളിക്കുന്നതിന്റെ പാസീവ് വാചകങ്ങളാണ്. ടെൻസിന്റെ ഈ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇത് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവൻ വന്നു, ഞങ്ങൾ പോയി, അവർ എഴുതി, ഇങ്ങനെയുള്ള വാചകങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന്റെ പാസീവാണ് ഇപ്പോൾ കാണുന്നത്. ഇതിന്റെ പാസീവ് വാചകം ഉണ്ടാക്കുന്നത് സബ്ജക്ട്, അതിന്റെ കൂടെ ബി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെർബിന്റെ പാസ്റ്റ് ഫോമിലുള്ള വാസ് അല്ലെങ്കിൽ വേർ വയ്ക്കും. പിന്നെ ഉപയോഗിക്കുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വയ്ക്കും. നമ്മൾ വാസ് വെച്ച സിംഗറിന്റെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ വേർ പ്ലൂറലിന്റെ ആണ് കാണുന്നത്. ഇവിടെ സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ള വെർബ് ചൂസ് എന്നുള്ളതാണ്. ചൂസ്, ചോസ്, ചോസൺ. കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ വാചകം കണ്ടു, ദേ വേർ ചോസൺ, അവരെ തെരഞ്ഞെടുത്തു. ഇന്ന് അതിന്റെ ചോദ്യമാണ് നമ്മൾ കാണുക. ഇതിലെ വെർബ് വേർ ചോസൺ, വേർ ചോസൺ എന്നുള്ളതാണ്. ഇംഗ്ലീഷിലെ ചോദ്യം ഉണ്ടാക്കുന്നത് നമുക്കറിയാം. വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടുവന്ന് മുന്നിലിടുക, അപ്പോൾ ചോദ്യമായി. വേർ കൊണ്ടുവന്ന് മുന്നിലിട്ടാൽ ചോദ്യമായി. വേർ ദേ ചോസൺ, അവരെ തെരഞ്ഞെടുത്തു, അല്ലെങ്കിൽ അവർ തെരഞ്ഞെടുക്കപ്പെട്ടു, അങ്ങനെയും പറയാം. പക്ഷെ നമ്മൾ ഇതാ കൂടുതൽ ഉപയോഗിക്കുക, അവരെ തെരഞ്ഞെടുത്തു. നമുക്ക് നോക്കാം. വേർ വി ചോസൺ, വേർ വി ചോസൺ, ഞങ്ങളെ തെരഞ്ഞെടുത്തു, അല്ലെങ്കിൽ നമ്മെ തെരഞ്ഞെടുത്തു. മുൻപ് കണ്ടത് ഡിഡ് വി ചൂസ്, ഡിഡ് വി ചൂസ്, നമ്മൾ തെരഞ്ഞെടുത്തു. ഓർക്കുന്നുണ്ട്? നേരത്തെ ഇത് കണ്ടിട്ടുണ്ട്. ഇത് അതിന്റെ പാസീവാ. വേർ വി സെൻഡ്, നമ്മളെ അയച്ചോ, നമ്മെ അയച്ചോ, ഞങ്ങളെ അയച്ചോ. മുൻപ് കണ്ടത് ഡിഡ് വി സെൻഡ്, ACND, ഡിഡ് വി സെൻഡ്. വേർ വി ടോട്ട്, ഞങ്ങളെ പഠിപ്പിച്ചോ. മുൻപ് കണ്ടത് ഡിഡ് വി ടീച്ച്, ഡിഡ് വി ടീച്ച്. വേർ വി ഹെൽപ്ഡ്, ഞങ്ങളെ സഹായിച്ചോ. മുൻപ് കണ്ടത് ഡിഡ് വി ഹെൽപ്പ്, ഞങ്ങൾ സഹായിച്ചോ. വേർ വി ടോൾഡ്, പ്രത്യേകം ശ്രദ്ധിക്കണം. വേർ വി ടോൾഡ്, ഞങ്ങളോട് പറഞ്ഞോ. മുൻപ് കണ്ടത് ഡിഡ് വി ടെൽ, ഡിഡ് വി ടെൽ, ഞങ്ങൾ പറഞ്ഞോ. വേർ വി ആസ്ക്ഡ്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങളോട് ചോദിച്ചോ. വേർ വി ആസ്ക്ഡ്, അല്ലെങ്കിൽ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. രണ്ടർത്ഥങ്ങളുണ്ട് ആസ്കിന്, ചോദിക്കുക, ആവശ്യപ്പെടുക. വേർ വി ആസ്ക്ഡ്, മുൻപ് കണ്ടത് ഡിഡ് വി ആസ്ക്, ഞങ്ങൾ ചോദിച്ചോ. ഓക്കെ, ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. അടുത്തത് യു. വേർ യു ചോസൺ, നിന്നെ തെരഞ്ഞെടുത്തോ, നിങ്ങളെ തെരഞ്ഞെടുത്തോ, താങ്കളെ തെരഞ്ഞെടുത്തോ, അങ്ങയെ തെരഞ്ഞെടുത്തോ. വേർ യു ചോസൺ. മുൻപ് കണ്ടത് ഡിഡ് യു ചൂസ്, നീ തെരഞ്ഞെടുത്തോ. വേർ യു സെൻഡ്, നിന്നെ അയച്ചോ. മുൻപ് കണ്ടത് ഡിഡ് യു സെൻഡ്, നീ അയച്ചോ. വേർ യു ടോട്ട്, നിന്നെ പഠിപ്പിച്ചോ. മുൻപ് കണ്ടത് ഡിഡ് യു ടീച്ച്, നീ പഠിപ്പിച്ചോ. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് ദേ, അവർ, ഇവർ. ഇതെന്നുള്ളത് ഏത് പ്ലൂറൽ വാക്കിന് വേണ്ടി ഉപയോഗിക്കാം. കുട്ടികൾ, വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, കൂട്ടുകാർ, ആനകൾ, പുലികൾ, മരങ്ങൾ, വീടുകൾ, ഇവയ്ക്കെല്ലാം പകരമായിട്ട് ദേ നമുക്ക് ഉപയോഗിക്കാം. നമുക്കറിയാതെ വേർ ദേ ചോസൺ, അവരെ തെരഞ്ഞെടുത്തു. മുൻപ് കണ്ടത് ഡിഡ് ദേ ചൂസ്, അവർ തെരഞ്ഞെടുത്തു. വേർ ദേ സെൻഡ്, അവരെ അയച്ചോ. മുൻപ് കണ്ടത് ഡിഡ് ദേ സെൻഡ്, അവർ അയച്ചോ. പുസ്തകങ്ങൾ കൊണ്ടുവന്നു. എങ്ങനെ ചോദിക്കും? പുസ്തകങ്ങൾക്ക് പകരം ദേ വയ്ക്കാം. വേർ ദേ ബ്രോട്ട്, അവ കൊണ്ടുവന്നു.
ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഈ വാചകം നോക്കുക. Were they told to clean the room? Were they told to clean the room? റൂം ക്ലീൻ ചെയ്യാൻ അവരോട് പറഞ്ഞോ. Were they told? അവരോട് പറഞ്ഞോ. എന്ത്? To clean the room. റൂം ക്ലീൻ ചെയ്യാൻ. ഇവിടെ ഇവയെല്ലാം ഉപയോഗിക്കാം. Were we told to clean the room? റൂം ക്ലീൻ ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞോ. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ ഇതിന് പകരം മറ്റു വാക്കുകൾ were they told to study? Were they told to study? പഠിക്കുവാൻ അവരോട് പറഞ്ഞോ. Were they told to go? പോകുവാൻ അവരോട് പറഞ്ഞോ. Were they told to sleep? ഉറങ്ങുവാൻ അവരോട് പറഞ്ഞോ. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ മാറ്റിവെച്ച് പ്രാക്ടീസ് ചെയ്യണം. പ്രധാനപ്പെട്ട കാര്യം പാസീവ് എന്താണെന്ന് മനസ്സിലാക്കണം. പലർക്കും ഒത്തിരി കൺഫ്യൂഷൻ ഉള്ളതാണ് എന്താണ് ഈ പാസീവ്. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഉള്ളത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഇംഗ്ലീഷ് ഒന്നും പറയാൻ പോകുന്നില്ല. ഗ്രാമറൊക്കെ പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ സംസാരിക്കുന്നെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. രണ്ടുപേരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കുറെ കൂടി നന്നായിരിക്കും. അതുപോലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിന്റെ മുൻപ് പഠിച്ചതും വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. പ്രാക്ടീസ് ചെയ്യേണ്ട രീതി ആദ്യം മലയാളം, മറ്റേയാള് അതിന്റെ ഇംഗ്ലീഷ്. ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് ആദ്യം മലയാളം പിന്നീട് പറയുന്നത്. പക്ഷെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം മലയാളം പറയണം, മറ്റേയാൾ അതിന്റെ ഇംഗ്ലീഷ് പറയുക. അതാണ് കുറെ കൂടി നല്ലത്. രണ്ടുപേരും ഒരുമിച്ചിരുന്നാൽ ബോറടിക്കില്ല, തെറ്റുവന്നാലൊക്കെ തിരുത്താൻ പറ്റും. ഇനി വെബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെബ്സ് പഠിക്കണം, പുതിയ വെബ്സ് പഠിക്കുക. അതുപോലെ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ, ഉച്ചാരണ, അർത്ഥം ഇതെല്ലാം പഠിക്കുക. എല്ലാ ദിവസവും പഠിക്കണം. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഈ സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകള്, സംഭാഷണങ്ങളൊക്കെ നെറ്റിൽ ലഭ്യമാണ്. അതൊക്കെ വായിച്ചു നോക്കുക. പുതിയ വാക്കുകൾ കിട്ടും. നമ്മൾ പഠിച്ചതൊക്കെ കാണാൻ പറ്റും. ഒത്തിരി വാക്കുകളൊക്കെ അറിയാമെങ്കിലേ വളരെ ഭംഗിയായിട്ട് സുന്ദരമായി ഇംഗ്ലീഷ് പറയാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങള്. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങള് മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങള്. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം.
പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇത് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 14ാമത്തെ ലിസ്റ്റാണ്. വെർബുകളുടെ ധാരാളം ഫോംസിൽ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവ അറിയാതെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനോ എഴുതാനോ സാധിക്കില്ല. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും സ്പെല്ലിങ്ങിലും ഉച്ചാരണത്തിലും ഒരുപോലെ തന്നെയാണ്. പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്. പിന്നെ മറ്റൊന്ന്, പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. സാധാരണ എസ്ഒ, ഇഎസ്ഒ, ഐഎസ്ഒ ഒക്കെ കൂട്ടിച്ചേർത്താണ് സിംഗുലർ ഉണ്ടാക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. Do, did, done, fall, fell, fallen, forget, forgot, forgotten, give, gave, given, forgive, forgave, forgiven, go, went, gone, hide, hid, hidden. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഈ 7 വെർബുകളും മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമിൽ നിന്ന് വ്യത്യാസമാണ് പാസ്റ്റ് ഫോം, പാസ്റ്റ് ഫോമിൽ നിന്ന് വ്യത്യാസമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇതിനുള്ള വെർബുകളൊക്കെ നമ്മൾ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്ക് തുടങ്ങാം. പ്രിഫർ, പ്രിഫേർഡ്, പ്രിഫേർഡ്, പുഷ്, പുഷ്ഡ്, പുഷ്ഡ്, റീച്ച്, റീച്ച്ഡ്, റീച്ച്ഡ്, റിയലൈസ്, റിയലൈസ്ഡ്, റിയലൈസ്ഡ്, remain, remained, remained, relax, relaxed, relaxed, rescue, rescued, rescued, remove, removed, removed, rinse, rinsed, rinsed, risk, risked, risked, ruin, ruined, ruined, shiver, shivered, shivered, slow, slowed, slowed, smell, smelled, smelled. സ്മെൽറ്റ്, സ്മെൽറ്റ് എന്നും കൂടി അതിന് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റർ, സ്റ്റേർഡ്, സ്റ്റേർഡ്, ട്രെയിൻ, ട്രെയിൻഡ്, ട്രെയിൻഡ്, ട്രസ്റ്റ്, ട്രസ്റ്റഡ്, ട്രസ്റ്റഡ്, ടിസ്റ്റ്, ടിസ്റ്റഡ്, ടിസ്റ്റഡ്, വിപ്പ്, വിപ്ഡ്, വിപ്ഡ്, യാൺ, യാൺഡ്, യാൺഡ്, യെൽ, യെൽഡ്, യെൽഡ്, സപ്പോർട്ട്, സപ്പോർട്ടഡ്, സപ്പോർട്ടഡ്. അപ്പൊ ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. അതുകൊണ്ട് ഇവയെല്ലാം പഠിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ചില വെർബുകൾ പ്രസന്റ് ഫോമിൽ സിംഗുലർ എഴുതുമ്പോൾ ഐ ഇ എസ് നോ അല്ലെങ്കിൽ ഇ എസ് നോ ഒക്കെ ആയിരിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണം ഡു, ഡസ് അല്ലെ, ഇ എസ് നേർത്താണ് സിംഗുലർ ഉണ്ടാക്കുന്നത്. ചില വെർബുകളുടെ പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ അക്ഷരങ്ങൾ ഇരട്ടിക്കുന്നുണ്ടാകും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുന്നത് കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയാണ്. ഓക്കെ.